ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ഹൈവേയിലാണ്. നമ്മൾ ദേവു ആയതിനു ശേഷം ഫസ്റ്റ് ടൈം നമ്മുടെ ബൈക്കിൽ ബുള്ളറ്റിൽ ഒറ്റപ്പാലം ടു കോയമ്പത്തൂർ ഒരു റൈഡ് ചെയ്യാൻ പോവുകയാണ്. റൈഡല്ല, നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. മാരേജും ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അത് ശരി, കുറേ കാലത്തിന് ശേഷം നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് ചിലപ്പോൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് രാത്രി 1 മണിക്ക് 2 മണിക്ക് പുലർച്ചെ എന്നൊക്കെ പറഞ്ഞ പോലെ ബൈക്ക് എടുത്ത് നാട്ടിലേക്ക് വരും. 105 കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ദേവു ആയതിനു ശേഷം ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടാകും. ദേവുവിനെ കൊണ്ട് പറ്റുമോ, അവൾ ക്രാങ്കി ആവുമോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പാലക്കാട് എത്തുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പാലക്കാട് എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാൻ കയറി. അങ്ങനെ ദേവുവിന് അവിടുന്ന് ജ്യൂസ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മൾ കുട്ടികളൊക്കെ ഉള്ള കാലം നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുക പറയുക, നമ്മളെക്കാൾ കൂടുതൽ അവർക്കാവും ടയേർഡ്നെസ് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ നെക്സ്റ്റ് പാലക്കാട് സ്റ്റോപ്പ് ചെയ്തു. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചാബി ധാബ ഉണ്ട്. നമ്മൾ കോയമ്പത്തൂർ പോകുന്ന വഴിക്ക് നമ്മൾ ആ സമയത്ത് ഒരു 3 years ബാക്ക് കല്യാണം കഴിഞ്ഞ സമയത്തേക്ക് നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഫുഡ് കഴിക്കുമായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും അവിടെ കയറണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഈ ജേർണി പാലക്കാട് നിന്ന് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദേവു ഭയങ്കര നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് കയറിയിട്ട് പാലക്കാട് വരെ ദേവു നല്ല ഉറക്കമായിരുന്നു. കാരണം എനിക്ക് നല്ല ടയർഡ്നെസ് തോന്നി, കാരണം അവളെ താങ്ങിയിട്ടിരിക്കണ്ടേ. പക്ഷെ പാലക്കാട് ഇറങ്ങി ചായയും ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ ആക്റ്റീവായിരുന്നു. അവൾ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യായിരുന്നു ജേർണി. സോ നമുക്ക് തോന്നി ഓക്കെ, ഇങ്ങനെ റിട്ടേൺ വരുമ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ വെയിലൊന്നും ഉണ്ടാവില്ല, നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പിന്നെ ദേവുവിനായിട്ട് ഇനി ബൈക്കിൽ വരാൻ തീരുമാനിച്ചു. അപ്പം നമ്മളങ്ങനെ വാളയാർ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. എനിക്ക് എപ്പോൾ ഇവിടെ എത്തിയാലും നമ്മുടെ വാളയാർ പരമശിവ മൂവിയൊക്കെ ഓർമ്മ വരും. ഈ ലൈറ്റ് കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ മധുക്കരൈ ടെമ്പിൾ. ഈ വഴി പോകുന്നവരാരും, അതായത് പാലക്കാട് ടു കോയമ്പത്തൂർ പോകുന്നവരാരും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ അമ്പലമൊന്നും നോക്കാതെ പോകുന്നവരായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കുറേ കാലം എപ്പോൾ ഇതിൽ കൂടെ പോവുകയാണെങ്കിലും ഈ അമ്പലം എപ്പോഴും നോക്കും. അപ്പോൾ അവിടേക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇനി പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തി. അപ്പോൾ നമ്മുടെ പഞ്ചാബി ധാബ അന്വേഷിച്ച് ലാസ്റ്റ് എവിടെ വാനിഷ് ആയത് എനിക്കറിയില്ല, സംഭവം കണ്ടില്ല. എന്നാൽ പിന്നെ മസാല ദോശ അല്ലെങ്കിൽ നെയ്റോസ്റ്റ് ആര്യഭവനോ ആനന്ദഭവനോ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ TNT കാണുന്നത്. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ തന്നെ കയറി. നമ്മൾ ഓൾറെഡി ഒറ്റപ്പാലത്ത് TNTയിൽ കയറിയിട്ടുള്ളതാണ്. എനിക്ക് അവിടുത്തെ ഫുഡ്, അതുപോലെ എസ്പെഷ്യലി ഷവായുടെ കൂടെ തരുന്ന ഒരു മാംഗോ ഇതുണ്ട്, സാലഡ് ഉണ്ട്, അത് അടിപൊളിയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി ഫുഡൊക്കെ കഴിച്ച് ഫില്ലാക്കിയിട്ട് എൻജോയ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഫുഡ് നമ്മൾ നാട്ടിൽ നിന്നൊന്നും കഴിക്കാൻ എന്താ വെച്ചാൽ പഞ്ചാബി ധാബയിൽ കയറണം എന്നൊരൊറ്റ മൈൻഡ് സെറ്റ്. കാരണം നാട്ടിൽ നിന്നും ഫുഡ് കഴിക്കാതെയാണ് വന്നത്. പക്ഷേ അത് കാണാതെ ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TNT കയറി നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു, നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ വേറെ ഇൻസിഡൻറ്റും കൂടെ ഉണ്ടായി. നമ്മളവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്ന നമ്മുടെ ഓർഡർ എടുക്കുന്ന പയ്യൻ ചോദിച്ചു, നിങ്ങൾ വ്ളോഗേഴ്സ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പം സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ ഒരാൾ ചോദിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. സോ എന്തായാലും എനിക്ക് ഓക്കെ കൊള്ളാം എന്നുള്ളൊരു ഇത് തോന്നി. ഇതാണ് നമ്മുടെ ടൗൺ ഹാള്. സോ ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകലൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും. നമുക്ക് ഒരു മുട്ടസൂചി ഇടാൻ പോലും ഗ്യാപ്പ് ഉണ്ടാവാറില്ല. പക്ഷേ നൈറ്റ് വരുമ്പോഴും വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡൊക്കെ കാലിയായി നല്ല പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. സോ ഞാനത് ഡെഫിനറ്റ്ലി ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിചാരിച്ച പോലെ തന്നെ ക്ലിപ്പും കിട്ടി. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും വീഡിയോസ് എല്ലാം കാണുക.